വൈകുന്നേരം ഞാൻ വരുമ്പോഴത്തേക്കും റെഡിയായി നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഏട്ടൻ രാവിലെ പോയത്. അങ്ങനെ ഇതാ പെട്ടെന്ന് തന്നെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ തീർന്നിട്ട് ഇതാ ഞാൻ റെഡിയാകാണ്. പിന്നെ ഇത് ഈ ഒരു ചുരിദാർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ്. നോവ് ചെറുതായതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ എക്സ്ട്രാ ഒരു ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ പാമ്പറും കരുതൂട്ടാ. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഇതാ ഇവിടെ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ഈ ഒരു സ്വെറ്റർ ആവശ്യമാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ് പുറത്ത്. അങ്ങനെ ഞാനൊന്ന് റെഡിയായി. ഇനിയിപ്പോൾ കുട്ടിപ്പട്ടാളത്തിനൊക്കെ ഒരുക്കിയെടുക്കണം. അങ്ങനെ ഇതാ നോവനെയും ഒരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഏട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ പുറത്ത് പോകാണെങ്കിൽ ഞങ്ങൾക്ക് ചായ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ചായയും ഉള്ളിവടിയും പഴംപൊരിയും ഒക്കെ കഴിച്ചിട്ട് നേരെ ഷോപ്പിലോട്ട്. ഇന്നിപ്പോ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലൊന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ലുലുവിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊതുവെ എടുക്കുന്ന വെളിച്ചെണ്ണ ലുലുവിൻ്റെതാണ്. അപ്പൊ ആ ഒരു വെളിച്ചെണ്ണ കൂടി വാങ്ങണം. അങ്ങനെ ഇപ്പൊ ഇതാ അവിടെ എത്തിയപ്പോൾ പാനിപ്പൂരി അല്ലല്ലോ, ദഹിപ്പൂരി കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതാ അവിടെ നിന്ന് ദഹിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതാ നേരെ വീട്ടിലോട്ട്. ഇനിയിപ്പം ഈ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.